കൽപ്പാത്തിയിലെ ദേവരഥ സംഗമം കഴിഞ്ഞ ഉടനെ വി.ഡി. സതീശൻ നേരെ പോയത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയുടെ നേതാക്കളെ കാണാനാണ്. മാത്രമല്ല, PFI നിരോധനത്തിന് കാരണമായ 2 കൊലപാതകങ്ങളിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങളുമായിട്ടും വി.ഡി. സതീശൻ ചർച്ച നടത്തി. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ SDP-യുടെ പേരിൽ കോൺഗ്രസ് വ്യാപകമായ നോട്ടീസ് പ്രചാരണങ്ങൾ ഒരു പ്രത്യേക കേന്ദ്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗ്രീൻ ആർമി എന്ന് പറഞ്ഞ ഒരു സ്ക്വാഡിനെ പ്രത്യേകമായി അവരുണ്ടാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വളരെ വ്യക്തമായും ഉന്നയിച്ച ഈ വസ്തുതകളിൽ ഒരു മറുപടിയും പറയാൻ വി.ഡി. സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് കാരണം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഭീകരവാദ ശക്തികളെ കൂട്ടുപിടിച്ച് വി.ഡി. സതീശനും UDF-ഉം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വി.ഡി. സതീശന് ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും അദ്ദേഹത്തിനുണ്ടെങ്കിൽ PFIയുടെ വോട്ട് വേണ്ട എന്ന് അദ്ദേഹം പറയണമായിരുന്നു. നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ വി.ഡി. സതീശൻ തയ്യാറാവുമോ? ഗ്രീൻ ആർമി എന്തിനാണ് ഇവിടെ ഉണ്ടാക്കിയതെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകാൻ വി.ഡി. സതീശൻ തയ്യാറാവുമോ? ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടി അടിച്ചിറക്കുന്ന നോട്ടീസിൻ്റെ പിതൃത്വം തങ്ങളല്ല ഇത് അടിച്ചിറക്കിയിരിക്കുന്നത്. പിന്നെ ആരാണ് ഈ ആരാധനാലയങ്ങളിലും മുസ്ലിം സഹോദരന്മാരുടെ വീടുകളിലും ചെന്ന് ഈ പ്രചാരണം നടത്തുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ടിന് എന്താണ് കാര്യം? പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും പരസ്യമായി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ സമീപകാലത്തൊന്നും ഇത്രയും പരസ്യമായൊരു ബാന്ധവം നേരിട്ട് കോൺഗ്രസിൻ്റെ ഓഫീസ് മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെ നിറഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയോടൊപ്പം, സതീശനോടൊപ്പം കോൺഗ്രസിൻ്റെ വാർ റൂമിലും ഗോദയിലും PFIക്കാരാണ് നിറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ച അതേ വർഗീയ തന്ത്രമാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നത്. അവരോട് മത്സരിക്കുകയാണ് LDF. അവർ അബ്ദുൽ ഹസർ മദനിയുടെ പാർട്ടിയെ കൂട്ടുപിടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പാലക്കാട് വോട്ടർമാർ അവരുടെ സ്വത്വബോധം മറക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ ഭീകരവാദ ശക്തികളുമായി കൂട്ടുചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം വലിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDF-ഉം LDF-ഉം സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത് ശരിയായ നിലയിൽ ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓരോ വിഷയങ്ങളിലും ഈ താല്പര്യമാണുള്ളത്. വഖഫ് ബോർഡിൻ്റെ പുതിയ അധിനിവേശങ്ങൾ വി.ഡി. സതീശനും പിണറായി വിജയനും കാണുന്നേയില്ല. മുനമ്പത്ത് നിന്ന് ചെല്ലാനത്തേക്കും, അവിടെ നിന്ന് ചാവക്കാടേക്കും, അവിടെ നിന്ന് മാനന്തവാടിയിലേക്കും, പിന്നീട് കൽപ്പാത്തിയിലേക്കും, ധോണിയിലേക്കും, നൂറണിയിലേക്കും എല്ലാം ഈ അധിനിവേശം വ്യാപിക്കുക. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പറയുന്നത് വഖഫ് ബോർഡിൻ്റെ അവകാശവാദം പിൻവലിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യമാണ് UDF-നും LDF-നും ഉള്ളത്. കുടിയൊഴിപ്പിക്കുന്നവരുടെ കൂടെ, കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കാൻ കോൺഗ്രസും CPM-ഉം തയ്യാറാവുന്നില്ല. മുസ്ലിം ലീഗ് സാധാരണ നിലയിൽ ഒരു മിതവാദപരമായ പ്രചരണമാണ് എപ്പോഴും നടത്താറുള്ളത്. അത് പോരാ എന്ന് മനസ്സിലാക്കിയിട്ടാണ് വി.ഡി. സതീശൻ അതിതീവ്ര വർഗീയ സംഘടനകളുമായി, ഭീകരവാദ സംഘടനകളുമായി കൂട്ടുചേരുന്നത്. പാലക്കാട് അത് വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും അവരുടെ വിഷലിപ്തമായ പ്രചാരണം നടത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് അവരെ പിൻനിരയിലേക്കാക്കി പോപ്പുലർ ഫ്രണ്ടിനെയും SDP-യെയും മുന്നിൽ നിർത്തുകയാണ് വി.ഡി. സതീശൻ. വലിയ രാജ്യദ്രോഹമാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. 4 വോട്ടിന് വേണ്ടി രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരുമായിട്ടാണ് വി.ഡി. സതീശൻ കൂട്ടുകൂടുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് കാരണമായ ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികളെ, അവരുടെ കുടുംബാംഗങ്ങളെ എന്തിന് സന്ദർശിച്ചു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടിയേ പറയുന്നില്ല. ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ചൂടാവുകയാണ്. ഇത് അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. തെരഞ്ഞെടുപ്പ് 20-ാം തീയതി കഴിയും. പക്ഷേ
ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇനിയും സമാധാനത്തോടെ സ്വൈര്യമായിട്ട് ജീവിക്കേണ്ടതാണ് ഈ നാട്ടിൽ. സതീശൻ ഇവിടുന്ന് പറവൂരിലേക്ക് പോകും. പക്ഷേ ഇത്തരം വിഷവിത്തുകളെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നുള്ളത് നാം തിരിച്ചറിയണം. സതീശൻ എന്താ പറയാത്തത്? കണ്ടില്ലെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? സതീശൻ എവിടെയും പറഞ്ഞിട്ടില്ല. PFIയുടെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ SDP. അവരുടെ നോട്ടീസ് നിങ്ങൾ കണ്ടില്ലേ? അതാരാണ് ഇറക്കുന്നത് എല്ലാവർക്കും അറിയില്ല. പരസ്യ പിന്തുണ ഒരു സംഘടന പ്രഖ്യാപിച്ചിട്ട് അതിനോട് ഒരു നിലപാട് പറയണ്ടേ? പരസ്യമായ പിന്തുണ SDPI UDFിൻ്റെ മുന്നണിയിലുള്ള പാർട്ടിയല്ലല്ലോ. SDPI ആണോ? SDPI UDFിൽ എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി PFIയുടെ പൊളിറ്റിക്കൽ മുഖമായിട്ടുള്ള SDPI UDFിൻ്റെ മുന്നണിയിലുള്ള പാർട്ടിയാണോ? പുതിയ ആളുകളെ എടുത്തിട്ടുണ്ടോ? അതല്ലേ വസ്തുതകളോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. മാധ്യമങ്ങളും അതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല. VD സതീശനെ നിങ്ങൾ തടഞ്ഞത്തെ ചോദിക്കണം. SDPI പിന്തുണച്ചിട്ട് എന്ത് നിലപാടാണ് നിങ്ങൾ പറയുന്നത്? SDPI UDFിൻ്റെ മുന്നണിയിലുള്ള കക്ഷിയാണോ? സതീശന് കണ്ടകശനിയാണ്. അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. VD സതീശൻ ഇപ്പോൾ നല്ല കണ്ടകശനിയാണ്. എവിടെയെങ്കിലും പോയി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അത് കൊണ്ടേ പോവുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, VD സതീശന് അവസാന ലാപ്പിൽ ചെയ്തത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിശകലനം ചെയ്യാം. അങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ ആർക്കും അവകാശമില്ല. അതിന് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വപ്നം കാണാൻ എന്തിനാ നികുതി അടയ്ക്കുന്നത്? അല്ല, VD സതീശൻ ചെയ്യുന്നതെല്ലാം അങ്ങനെയാണെന്ന്. അതിൻ്റെ അനുരണനങ്ങൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ എന്തോ തകരാറ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. അതുണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശകലനം ചെയ്യാം. ഞാനിപ്പോൾ അത് പറഞ്ഞ് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? നല്ല കാര്യം, നല്ല കാര്യം. പാണക്കാട് പോയി കാണുന്നതും. അതെ അതെ, ഞാൻ കാരണമാണ് പാണക്കാട് പോയത്. ഏത് വഴിയാണ് തിരിച്ചു വരുന്നത്? ചാവക്കാട് വഴിയാണ്. അല്ല, ആ വിഷയങ്ങളിലെല്ലാം ഞാൻ ഇന്നലെ മറുപടി പറഞ്ഞു. ഒരാവശ്യവുമില്ലാത്ത കാര്യത്തിന് ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാമെന്ന് വിചാരിക്കേണ്ട. അതായത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു. ഞാൻ ഹൃദ്യമായിട്ടുള്ള ആശംസകൾ നേർന്നു. ഇനി അത് വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചിട്ട് എന്ത് പറയാനാണ്? എന്തെങ്കിലും പ്രസക്തമായ ചോദ്യങ്ങളുണ്ടെങ്കിൽ VD സതീശൻ വല്ലതും പറഞ്ഞോ, സുധാകരൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. അതെ, അല്ല, അത് ഞാൻ ആ സന്ദീപിന്റെ ചോദ്യം ഇനി അതിന് ആവശ്യമില്ല. നിങ്ങൾ എന്ത് ഞാൻ പറഞ്ഞില്ല, അപ്രസക്തമായ കാര്യങ്ങൾ. വേറെ 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 സുധാകരൻ തന്നെ പറഞ്ഞു എനിക്ക് വേണേ എപ്പോൾ വേണമെങ്കിൽ പിന്നെ BJPയിലേക്ക് പോകാന്നല്ല നേരത്തെ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഞാൻ പോകും. ശാഖയ്ക്ക് ഞാനാണ് കാവലിൽ നിന്ന് പറഞ്ഞ ആളല്ലേ. അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമല്ലേ. K മുരളീധരനെ പോലൊരാളെ ഇതുപോലെ ആക്ഷേപിച്ച് പരിഹസിച്ച് അദ്ദേഹത്തിൻ്റെ വന്ധ്യമാതാവിനെ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ സംസാരിപ്പിച്ചിട്ട് K മുരളീധരൻ അതിൻ്റെ വികാരം ഉണ്ടാവുമല്ലോ. പാലക്കാട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് പാർട്ടി ഒരു കാലത്ത് അത് P ബാലനും അതുപോലെ VS വിജയരാഘവനും ഒക്കെ രണ്ട് ചേരികളിലായി നിൽക്കുമ്പോഴും കോൺഗ്രസ്സിന് വേറൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് തകർന്നില്ലേ? ഈ ഷാഫി പറമ്പൻ വന്നതോടുകൂടി കോൺഗ്രസ് ഒരു ഉപജാപക സംഘത്തിൻ്റെ കയ്യിലായില്ലേ? അത് എല്ലാവർക്കും അറിയുന്നതല്ലേ. അത് തിരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമല്ലോ. ഞങ്ങളെ ഭിന്നത നോക്കി നടന്നവർ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ എന്ന് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നു. ശിവരാജനെ കുത്തിയിളക്കാൻ ഇന്നൊരാൾ പോയിരുന്നു. പാവം, നിരാശയായി. ശിവരാജനെ കുത്തിയിളക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരാൾ അയച്ചിരുന്നു. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ശിവരാജൻ്റെ വായിൽ നിന്ന് എല്ലാം കേട്ടിട്ട് വന്നു. അല്ല, ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നെ ചില ആളുകൾക്ക് ഒരുതരം മാനസിക വിഭ്രാന്തി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ജയിക്കുന്നായപ്പോൾ സഹിക്കാനേ പറ്റുന്നില്ല.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളാണ്. അതൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. നമ്മൾ BJP ഒരു കാരണവശാലും ജയിച്ചുകൂടാ എന്ന് ചില ആളുകൾക്ക് അങ്ങനെ ഒരു AC മുറിയിൽ ഇരുന്നിട്ട് അവരിങ്ങനെ പിന്നെ പറയുകയാണ്, ഞാൻ BJP ജയിച്ചുകൂടാ, അതിനു വേണ്ടി എന്ത് ചെയ്യും, ആരെ വേണമെങ്കിലും ഇറക്കും, വിവാദ ദിവസങ്ങളിൽ തന്നെ ആളെ ഇറക്കും. നിങ്ങളല്ലേ പറഞ്ഞു, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ കുറേ പേരെടുത്ത് പോയല്ലോ ഒരു നാണമില്ലാതെ കുടയും പിടിച്ചിട്ട്. അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ കാശും ഒന്നും കണ്ടും മയങ്ങുന്നവരല്ല അവർ. നിങ്ങൾ കുറേ പേരെടുത്ത് രാവിലെ മുതൽ പോകുന്നുണ്ടല്ലോ. പോയവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അല്ല, പോയവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. ഞങ്ങളെ പാർട്ടി അത്രയ്ക്കും അല്ല, കുത്തി ഇളക്കുന്നതൊക്കെ കാണുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടല്ലോ. നമ്മൾ വെറുതെ എന്തിനാവശ്യമില്ല ചർച്ച ചെയ്യും. വേറെ എന്തെങ്കിലും പറയും, രാഷ്ട്രീയം ചോദിക്കും. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് അയാൾ മറുപടി പറയുന്നില്ലല്ലോ. പിന്നെ എന്നോട് വന്ന് ചോദിക്കുന്നത് അതൊക്കെ ഇപ്പം എത്ര പണം ഇറങ്ങി, ഈ ഡീലൊക്കെ എങ്ങനെയാണ് നടന്നത്, ഇപ്പോഴത്തെ ഡീലൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാം. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ കാശൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത് ഷാഫി പറമ്പിന്? ഈ കാശൊക്കെ വരുന്ന വഴി എന്താണെന്ന് അന്വേഷിക്കണം. അതിന് മറുപടി അവർ പറയുന്നില്ലെങ്കിൽ പോലീസ് അതൊക്കെ അന്വേഷിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വല്ല സതീശനോ സുധാകരനോ, ഇനി അതല്ല പിന്നെ ഇനി ഈവൻ ഷാഫി പറമ്പലോ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പറയും. എന്തിന് മറുപടി പറയുന്നു? വേറെ എന്തെങ്കിലും ചോദിക്കും. ഒരു ടിസ്റ്റും ഇല്ല. നിങ്ങൾ സ്വപ്നം കാണുന്നതാണ് ഇതൊക്കെ. ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു തരിമ്പ് പോലും ചലനം ഉണ്ടാക്കില്ല. വെറുതെ എന്തിനാണ് നിങ്ങളുടെ സമയം കളയുന്നത്? അല്ല, ഇന്നിപ്പോൾ പത്രത്തിൽ ഞാൻ വായിച്ചല്ലോ, നിങ്ങളെന്ന് പറഞ്ഞ പോലെയല്ല, ഇന്നിപ്പോൾ ഇത് അന്തിമ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് ഇന്ന് എല്ലാ പത്രത്തിലുള്ളത്. എന്നിട്ട് അർത്ഥം നടത്തുക. ഏത് കേന്ദ്ര സഹായത്തിനുള്ള അന്തിമ റിപ്പോർട്ട് കൊടുക്കും ഇന്ന് മാതൃഭൂമി പത്രം. എനിക്കറിഞ്ഞൂടാ, മാതൃഭൂമി പത്രത്തിൽ വലിയ വാർത്തയായിട്ട് വന്നിരിക്കുക. വായിച്ചില്ലേ? പ്രസാദെങ്കിലും വായിക്കണമല്ലേ? അതായത് മാതൃഭൂമി പത്രത്തിൽ ഇന്ന് കൊടുത്തിരിക്കുന്ന വാർത്ത, ഞങ്ങൾ കേന്ദ്ര സഹായത്തിനുള്ള അന്തിമമായിട്ടുള്ള കണക്ക്, എത്രയോ 2500 കോടിയുടെ കണക്കും പറയുന്നുണ്ട്. ഈ കണക്കൊന്നും കൊടുക്കാതെ ഹർത്താൽ നടത്തിക്കൊണ്ട് പൈസ കിട്ടുമോ? വിശദമായിട്ടുള്ള കണക്ക് വേണം, സർവേ വേണം. ഞങ്ങളത് ആദ്യമേ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിലൊന്നും പ്രസക്തിയില്ല. ഇല്ല, അതൊക്കെ നിങ്ങളെ ചാനൽ മുറികളിൽ ഇരുന്ന് നിങ്ങൾ തയ്യാറാക്കുന്ന അജണ്ടകളാണ്. സർക്കാർ എവിടെയും അത് പറഞ്ഞിട്ടില്ല. ആന്ധ്രാപ്രദേശ് എല്ലാം കൊടുത്തിട്ടാണ്. അല്ലാതെ ആന്ധ്രയ്ക്ക് മാത്രം വെറുതെ എടുത്തു കൊടുക്കുക. ഇതെന്താ നമ്മൾ തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പോലെ, വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പോലെയാണോ? ആന്ധ്രയല്ല, ഏത് സംസ്ഥാനത്തിനും കൊമ്പൊന്നുമില്ല. ആന്ധ്രയായാലും നിങ്ങളെന്താണ് എന്ത് പഠിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അല്ലല്ല, എൻ്റെ ചോദ്യം, അന്തിമമായിട്ടുള്ള റിപ്പോർട്ട്, സർവേ നടത്തിയിട്ട് അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് കേരളം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഇത്ര വലിയ വിദഗ്ധന്മാരാണല്ലോ, അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്നോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളെ ചാനൽ മുറിയിലിരുന്ന് കേരളം അന്തിമമായി സമർപ്പിച്ചിരിക്കുന്ന പുനരധിവാസത്തിനുള്ള ധനസഹായത്തിനുള്ള മെമ്മോറാണ്ടത്തിൻ്റെ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇന്ന് എന്തിനാണ് പത്രത്തിൽ വന്നിരിക്കുന്നത്? എന്തിനാണ് ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നത്? അന്തിമ റിപ്പോർട്ട് ഉടനെ സമർപ്പിക്കുന്നു. അതൊന്നുമില്ല. കത്തിന് ചോദ്യം ചോദിച്ചതിന് മറുപടിയല്ലേ കത്ത് പറയുക. സഹോദരി, നിങ്ങൾ ഈ AKG സെന്ററിൽ നിന്നുള്ള പിന്നെ ഇന്ദിരാഭവനിൽ നിന്നുള്ള ക്യാപ്സൂൾ മാത്രം വെച്ചിട്ട് എന്നോട് ചോദിക്കരുത്. ഇന്നത്തെ പത്രം ഒരു മാധ്യമ പ്രവർത്തകർ ആദ്യം ചെയ്യേണ്ടത് ആ ദിവസം വരുന്ന പത്രവാർത്തകൾ രാവിലെ ഒന്ന് പരിശോധിക്കണം. ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് പത്രങ്ങളിലൊന്നായിട്ടുള്ള ഒരു പത്രത്തിൽ വന്ന വാർത്ത, അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് ഉടനെ സമർപ്പിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ ചോദ്യത്തെ നിങ്ങൾ മറുപടി, അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാതെ പൈസ കിട്ടുമോ? ഇപ്പൊ എന്തിനാ 1200 കോടി രൂപ ഉണ്ടല്ലോ. അതെ, SDRF പുഴുങ്ങി തന്നെയാണ്. അല്ലല്ല, അത്രയൊന്നുമല്ല. എത്ര വരും പുനരധിവാസത്തിന്? സഹോദരി എന്താണ് മനസ്സിലാക്കിയത്? എത്ര വരും പുനരധിവാസത്തിന്? എന്താ പറയുക, ഒന്നാമത് ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ, ഈ ഇൻസ്റ്റന്റ് മാധ്യമ പ്രവർത്തകർക്കുള്ളൊരു കുഴപ്പം ഇതാണ്. വസ്തുതകളൊന്നും പഠിക്കാതെ ഈ കാര്യങ്ങൾ വരികയാണ്. കേരളത്തിൻ്റെ കയ്യിൽ ചെലവഴിക്കാൻ ആവശ്യത്തിന് പണമുണ്ട്. സംസ്ഥാനത്ത്
കോടതിയിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിങ്ങൾ എന്തുകൊണ്ട് പണം ചെലവഴിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. പണം ചെലവഴിക്കുന്നതിന് എന്താണ് തടസ്സം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും പണം ചെലവഴിക്കുന്നുണ്ടല്ലോ. അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് സർക്കാർ തന്നെ പറയുന്നത്. പിന്നെ സർക്കാർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? ഇന്നലെ പിണറായി വിജയൻ ഇവിടെ വന്നല്ലോ, അദ്ദേഹം ഇതൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തില്ലേ? അല്ല, ഇപ്പോൾ പലതും അങ്ങനെ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളിപ്പോൾ വിദേശത്ത് പോയിട്ട് കൊണ്ടുവരും, അങ്ങനെയാണല്ലോ മറ്റേ ലൈഫ് മിഷൻ കോഴക്കേസ് വന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിനൊക്കെ പിന്നീട് മറുപടി പറയാം. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കല്ലേ. ഒരു ദിവസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് അവസാനിക്കും, 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ വിശ്വാസ്യത തകരും. അല്ലെങ്കിൽ വലിയ വിശ്വാസ്യതൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ചോദ്യം ആവർത്തിച്ച് നിങ്ങൾ ചോദിക്കുന്നത് അല്ലല്ല, നിങ്ങൾ ഉപകരണങ്ങളാവുകയാണ് സഹോദര. നിങ്ങൾ വെറുതെ ഇൻസ്ട്രുമെന്റ് ആവണ്ട, ഒരു ഉപകരണങ്ങളാവണ്ട. വെറുതെ എന്തിനാണ് വേറെ ആര് പറഞ്ഞു? കേരളത്തിന് കിട്ടിയതുപോലെ പരിഗണന ഏത് കാലത്താണ്? മോദിയുടെ കാലത്തല്ലാതെ ഏത് കാലത്താണ് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ വല്ലതും അറിഞ്ഞിട്ടാണോ? അല്ലല്ല സഹോദര, കണക്ക് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ആര് പറഞ്ഞു? നിങ്ങൾ എന്താണ് നിങ്ങളെ ഉദ്ദേശം എന്താണ്? ഇവിടെ ഒരു കാശും കിട്ടിയിട്ടില്ലെന്ന് പറയാനല്ലേ? മുഖ്യമന്ത്രി അത് പറയുന്നില്ലല്ലോ, സർക്കാർ വക്താക്കൾ ആരും അത് പറയുന്നില്ല. നിങ്ങളിത് എന്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പുനരധിവാസത്തിനുള്ള അന്തിമമായിട്ടുള്ള ഷെയർ വന്നിട്ടില്ലെന്നുള്ളൂ. പണം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഒരു വസ്തുതയില്ല. പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അത് സഹോദരി എന്നോട് അതിന് തർക്കിക്കാൻ വരണ്ട. ഞാൻ കഴിഞ്ഞ തവണ അത് നിർത്തിയതാണ്. നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരണ്ട. ഇത്രയും ഫേക്കായിട്ടുള്ള വാർത്തകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തെ പറ്റിയിട്ട് ഒരു മതിപ്പുണ്ടായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക്. ഇത്രയും വ്യാജ വാർത്തകൾ രാവിലെ എണീറ്റ് തുടങ്ങുക. എന്തിനാണ് ഈ പണി ചെയ്യുന്നത്? നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞോളൂ. മനോരമ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഇതാണ്, നിഷ്പക്ഷരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഈ പണി ചെയ്യുന്നത്?